കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് കർണാടക സർക്കാർ. മുൻ ശുചീകരണ തൊഴിലാളി ലാളിയുടെ ഗുരുതരമായ വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. അടിയന്തര അന്വേഷണം ഉണ്ടാകാത്തതിനെതിരെ വിവിധ മേഖലകളിൽ നിന്ന് വിമർശനമുയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് സിദ്ധരാമയ്യ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത്. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവു ചെയ്തു എന്ന വെളിപ്പെടുത്തൽ കർണാടക പോലീസ് മേധാവി പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ ഒടുവിൽ കർണാടക സർക്കാർ ഉത്തരവിറക്കി. IG MN അനുച്ഛേദ്, DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത്. കുറ്റബോധം കൊണ്ടാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട കാര്യം ഇപ്പോൾ പറഞ്ഞതെന്ന് മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നു. ബൽത്തങ്ങാടി കോടതിയിലും ഇയാൾ രഹസ്യമൊഴി നൽകിയതോടെ വിഷയത്തിന്റെ ഗൗരവം കൂടി. സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടും സർക്കാർ തലത്തിൽ നടപടികളുണ്ടായിരുന്നില്ല. 1994 മുതൽ 2014 വരെ മഞ്ജുനാഥ ക്ഷേത്രത്തിന് കീഴിലെ ശുചീകരണ തൊഴിലാളിയായിരുന്ന വ്യക്തിയാണ് ഞെട്ടലുണ്ടാക്കുന്ന തുറന്നു പറച്ചിൽ നടത്തിയത്. വിശ്വാസ്യതയ്ക്കായി ഇയാൾ തന്റെ ആധാർ കാർഡും അന്ന് തനിക്കൊപ്പം ജോലി ചെയ്തവരുടെ തിരിച്ചറിയൽ കാർഡും പോലീസിന് കൈമാറിയിരുന്നു. നേത്രാവതി നദിക്കരയിലടക്കം പലയിടങ്ങളിലായി കണ്ട മൃതദേഹം പലതും ആത്മഹത്യയോ മുങ്ങിമരണമോ ആണെന്നാണ് കരുതിയിരുന്നത്. പിന്നീട് മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമത്തിന്റെ മുറിവുകളും പാടുകളും ശ്രദ്ധയിൽപ്പെട്ടെന്നും ധർമ്മശാല പോലീസിനോട് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി. തന്റെ കുടുംബത്തിലെ തന്നെ ഒരു കുട്ടിക്ക് ഉന്നതരായ ആളുകളിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതെന്നും മുൻ ശുചീകരണ തൊഴിലാളി പോലീസിനോടും പിന്നീട് കോടതിക്ക് മുന്നിലും പറഞ്ഞു. 2010 കല്ലേരിയിലെ പെട്രോൾ പമ്പിനടുത്ത് കണ്ട 12 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം, സ്കൂൾ യൂണിഫോമിലുള്ള എന്നാൽ അടിവസ്ത്രങ്ങളില്ലാതിരുന്ന ആ മൃതദേഹം, അത് കുഴിച്ചു മൂടേണ്ടി വന്ന ഓർമ്മ ഇന്നും വിട്ടുപോകുന്നില്ലെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. 20 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിച്ച ശേഷം മൃതദേഹം ഡീസൽ ഒഴിച്ച് കത്തിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട്. തുറന്നു പറച്ചിലുകൾക്ക് വലിയ മാധ്യമ ശ്രദ്ധ ഉണ്ടായതോടെ തന്റെ മകളുടെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് MBBS വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ അമ്മ രംഗത്തു വന്നു. 2003 ധർമ്മസ്ഥലയിലെ കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് അനന്യയെ കാണാതായത്. CBIയിലെ മുൻ സ്റ്റൈനോഗ്രാഫറായ അമ്മ സുജാത 11-ാം തീയതിയാണ് പരാതി നൽകിയത്. 2012 ധർമ്മസ്ഥലയിൽ 17-കാരിയായ സൗജന്യ എന്ന വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ് കർണാടകയെ ഞെട്ടിച്ചിരുന്നു. കേസിൽ CBI അന്വേഷണം നടന്നെങ്കിലും ആരെയും ശിക്ഷിക്കാനായില്ല. ധർമ്മസ്ഥലയിലെ കല്ലേരി സ്നാനഘട്ടമടക്കം നേത്രാവതി പുഴയുടെ തീരത്തുള്ള 3 സ്ഥലങ്ങളിലാണ് മൃതദേഹം കുഴിച്ചിട്ടതായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഉന്നതരായ ആളുകൾ കൊന്നു തള്ളിയവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഈ ഘട്ടത്തിലും പോലീസ് തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.